അൺകണ്ടീഷണൽ ലവ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? അൺകണ്ടീഷണൽ ലവ് ശരിക്കും എക്സിസ്റ്റ് ആണോ? ഈ ലോകത്തുണ്ടോ? ഈ കലികാലത്തില് അൺകണ്ടീഷണൽ ലവ് എക്സിസ്റ്റിംഗ് ആണോ എന്ന് സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുള്ളൂ, എന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഞാൻ സാധാരണ സ്നേഹിക്കാറുള്ളൂ, എന്റെ വീട്ടിലുള്ളവരെ, എന്റെ ബന്ധുക്കാരെ അവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? ഈ അൺകണ്ടീഷണൽ ലവ് എക്സിസ്റ്റിംഗ് ആണോ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ എന്റെ ഒരു ചെറിയ തോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് അൺകണ്ടീഷണൽ ലവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേട്ടാ. അതായത് നമ്മളൊരു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ റോഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വണ്ടി ഇങ്ങനെ പാഞ്ഞു വരാന്ന് വെച്ചിട്ട് ഒരു കുട്ടി എതിരെ നടന്നു പോകുന്നുണ്ട്. ഒരു പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വണ്ടി പാഞ്ഞു വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ആ കുട്ടീനെ പിടിച്ച് മാറ്റും, അല്ലെ? കുട്ടീനെ പിടിച്ച് മാറ്റുമോ, അല്ലെങ്കിൽ അതിന് വന്ന് എടുക്കും, അല്ലെങ്കിൽ അയ്യോ എന്നുകൊണ്ട് നമ്മൾ കരയാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? ആ കുട്ടീനെ പിടിക്കുന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ പാരന്റ്സിനോട്, അല്ലെ? നമ്മൾ ആ കുട്ടീനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കുട്ടിയായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് എന്തായി, ആ കുട്ടീനെ നമ്മൾ രക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മൾ പോയെടുത്ത് നമ്മൾ അതിനെ സംരക്ഷിക്കും. അതിന് അതല്ല, ഇനി കുട്ടിയാണെന്ന് വിചാരിക്കേണ്ട, നമുക്ക് പരിചയമില്ലാത്തൊരു ലേഡിയോ ആരെങ്കിലും ആയിക്കോട്ടെ, പെട്ടെന്നൊരു വണ്ടി വരണു, അത് പാഞ്ഞു വരണു, നമ്മുടെ മുന്നിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ പിടിച്ച് മാറ്റും. അവർ നമ്മുടെ ആരും അല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ചെയ്യും, അല്ലേ? ഇതിനെ നമുക്ക് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് കരുതിക്കൂടെ, അല്ലെ? ഈ കഴിഞ്ഞ നമ്മളുടെ ഫ്ലഡ് ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും എക്സിസ്റ്റിംഗ് ആണ്. വേറൊരു ഉദാഹരണം കൂടി പറയാം. അതായത് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, മോഹൻലാല്, ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? അവർക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലെ? അവര് നമുക്ക് എന്തെങ്കിലും തന്നിട്ടാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? നമ്മൾ അവരെ കണ്ടിട്ട് കൂടിയില്ല, അവരും നമ്മളെ കണ്ടിട്ടില്ല, സ്റ്റിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്നേഹിക്കാൻ അറിയാം, അല്ലെ? എത്ര മെസ്സിനൊന്നും കണ്ടില്ല, വിജയിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്കറിയാം, വിജയ് എല്ലാവരുടെ വീട്ടിൽ പോയി എല്ലാം കൊടുത്തിട്ടാണോ, എന്തെങ്കിലും എല്ലാം ചെയ്തിട്ടാണോ? ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്നേഹം പറഞ്ഞത്? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം ഉണ്ട് ശരിക്കും. ഇപ്പൊ വിചാരിക്കുക, അവര് സെലിബ്രിറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരുടെ പാട്ട്, അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകൾ കൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ അല്ലാണ്ട് നമ്മൾ സ്നേഹിക്കണില്ലേ? കഴിവ് മാത്രമാണോ? ശരിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കാൻ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും അൺകണ്ടീഷണൽ ലവിലുള്ളവരാണ്. അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. പക്ഷെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഈഗോകള്, ചില മായയുടെ കളികൾ കൊണ്ട് നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യുന്നില്ലാത്ത പോലെ നമ്മൾ നടക്കണേ ഉള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പൂച്ചക്കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി മെട്രോ റെയിൽ വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു സൂയിലുള്ള ഒരു കുരങ്ങൻകുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര ആളുകള് പ്രാർത്ഥിക്കുന്നത്, എത്ര ആളുകളുടെ സ്നേഹം നമ്മൾ കണ്ടു. ഇത് മാത്രല്ല, എല്ലാ മനുഷ്യരോടും ആളുകൾക്ക് സ്നേഹമുണ്ട്. എങ്ങനെയാണ് സ്നേഹം? ശരിക്കും നിർമ്മലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. സത്യം, നീതി, ആത്മാർത്ഥത, ഇത് ആളുകളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും സത്യമുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, സത്യത്തിനോടും നീതിയോടും ആണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും സ്നേഹവും ഉള്ളത്. നമ്മൾ സ്നേഹിക്കുന്ന കലാകാരന്മാര് അല്ലെങ്കിൽ അവരുള്ളവരൊക്കെ ഭയങ്കര സത്യമുള്ളവരാണ്, നീതിയുള്ളവരാണ്, ആത്മാർത്ഥതയുള്ളവരാണെന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലെ വരുന്ന കാണുമ്പോൾ നമുക്ക് വിഷമാവും അല്ലെ. പിന്നെ ചിലപ്പോൾ അവരോടുള്ള സ്നേഹം പതുക്കെ കുറഞ്ഞു വരും അല്ലെ. അപ്പൊ ശരിക്കും എന്തിനോടാണ് എല്ലാവർക്കും സ്നേഹമുള്ളത്? സത്യവും നീതിയും ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഒരു നിർമ്മലത, നൈർമല്യമുള്ള ആളുകളോട് എല്ലാ മനുഷ്യർക്കും സ്നേഹമുണ്ട് അല്ലെ. എല്ലാ മനുഷ്യരും ശരിക്കും അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരാണ്. അൺകണ്ടീഷണൽ ലവ് ഈസ് എക്സിസ്റ്റിംഗ് അല്ലെ. എക്സിസ്റ്റിംഗ് ആണത്. പക്ഷെ നമുക്കത് മനസ്സിലാവണില്ല. എല്ലാവരും വിചാരിക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു തിരക്കിലാണ്, അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ നേരില്ല, നമ്മളെ സ്നേഹിക്കാൻ നേരം നമ്മളോട് സ്നേഹമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ഇല്ലേ. അത് ചിലപ്പോ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവർക്ക് വരണമെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ല. നമ്മൾ ഓട്ടോമാറ്റിക് പ്രാർത്ഥിക്കും. സച്ചിൻ ടെണ്ടുൽക്കർക്ക് വേണ്ടി വഴിപാട് കഴിക്കണവര്, വിരാട് കോഹ്ലിക്ക് വേണ്ടി വഴിപാട് കഴിക്കണവര്, മോഹൻലാലിന് വേണ്ടി വഴിപാട് കഴിക്കണവര് ഒക്കെ ഇല്ലേ. അപ്പൊ അൺകണ്ടീഷണൽ ലവ് ഈസ് എക്സിസ്റ്റിംഗ്. അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾ എനിക്ക് അയക്കുക. ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട്, എത്ര പേർക്ക് ഇതിനോട് അനുകൂലിക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ പറയാം. എല്ലാവരുടെയും കമന്റ്സുകൾ എനിക്ക് അയക്കുക. നമുക്ക് ശ്രദ്ധിക്കാം.